മലയാളികൾക്കും സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കും സുപരിചിതയാണ് നടി ഡിംപിൾ റോസ്. സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള നടി സജീവമായിരുന്നത് ടെലിവിഷൻ സീരിയലുകളിലായിരുന്നു. വിവാഹം കഴിഞ്ഞതോടെ അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത ഡിംപിൾ റോസ് ഇപ്പോൾ യൂട്യൂബ് ചാനലുമായി സജീവമാണ്. ഇപ്പോൾ ഇതാ പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ഡിംപിൾ റോസ്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയപ്പോൾ തന്റെ ഗർഭകാലത്തെയും പ്രസവത്തിന് ശേഷമുള്ള ഓർമ്മകളും വീണ്ടും തന്റെ മനസ്സിലേക്ക് വന്നുവെന്ന് പറയുകയാണ് നടി. ഗർഭിണിയായ സമയത്ത് നിറവേറിൽ നിൽക്കുന്ന ചില ചിത്രങ്ങളും ഡിംപിൾ റോസ് പങ്കുവച്ചിട്ടുണ്ട്. ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് തനിക്കെന്ന അവസരം ലഭിച്ചിട്ടില്ലായിരുന്നുവെന്നും ഈ ഒരു വീഡിയോയിലൂടെ ഡിംപിൾ റോസ് പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരൻ ഡിവൈനും മറ്റ് കുടുംബാംഗങ്ങളും ചേർന്ന് വീട്ടിൽ വെച്ച് തന്നെ ഒരുക്കിയെടുത്ത ചില ചിത്രങ്ങൾ മാത്രമേ ഓർമ്മയ്ക്കായി തന്റെ കയ്യിൽ ഇപ്പോഴുള്ളൂ എന്നും ഡിംപിൾ റോസ് പറയുന്നുണ്ട്. ഗർഭിണിയായപ്പോൾ മുതൽ താൻ സ്വന്തം വീട്ടിലായിരുന്നു. ഭർത്താവ് ആൻസൺ ചേട്ടന് ജോലി തിരക്കുകൾ ഉള്ളതിനാൽ തന്നെ എപ്പോഴും തന്നെ ശ്രദ്ധിക്കുവാനൊന്നും സമയം കിട്ടുമായിരുന്നില്ല. അതുകൊണ്ടാണ് താൻ തന്റെ വീട്ടിൽ ആ സമയത്ത് വന്നു നിന്നത്. 6ാം മാസത്തിലേക്ക് കടന്നപ്പോൾ മുതൽ വേദനയും മറ്റും അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇരട്ട കുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ സന്തോഷത്തിലുമായിരുന്നു. മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിനെ കുറിച്ച് എനിക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഫോട്ടോസ് എടുക്കുന്നത് എനിക്ക് ക്രേസ് ആണ്. പല തീമുകളും ഞാൻ കണ്ടുവച്ചിരുന്നു. ആ സമയത്ത് ഡാഡിയുടെ കടയിലേക്ക് കൊണ്ടുവന്ന ചില ആഭരണങ്ങൾ വെച്ച് തന്നെ ഒരുക്കാമെന്ന് സഹോദരനും മറ്റുള്ളവരും പറയുകയും ചെയ്തിരുന്നു. താൻ ആ ഒരു സമയത്ത് ഉത്സാഹമില്ലാതിരിക്കുകയായിരുന്നു. ആദ്യം ഞാൻ ഫോട്ടോഷൂട്ടിന് സമ്മതിച്ചില്ല. കാരണം മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഉണ്ടാകുമല്ലോ, പിന്നെ എന്തിനാണ് വേറൊരു ഫോട്ടോഷൂട്ട് എന്ന ചിന്തയായിരുന്നു തനിക്ക്. പിന്നെ എല്ലാവരും കൂടി തന്നെ നിർബന്ധിച്ചപ്പോൾ താൻ അതിന് ഒരുങ്ങി. അന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തിരുന്നു. എന്നാൽ പക്ഷേ ആ ഫോട്ടോസ് മാത്രമാണ് ഗർഭകാലം ഓർക്കുവാൻ ഇന്ന് തന്റെ കയ്യിലുള്ളത് എന്നും ഡിംപിൾ റോസ് പറയുന്നുണ്ട്. 6ാം മാസത്തിൽ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നതുകൊണ്ട് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഒന്നും അന്ന് നടന്നിരുന്നില്ല. എല്ലാം ഒരു നിമിത്തമാണെന്ന് ഇപ്പോൾ തനിക്ക് തോന്നുന്നുവെന്നും നടി പറയുന്നുണ്ട്. അപ്രതീക്ഷിതമായത് ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതാണെന്നും ഡിംപിൾ റോസ് പറയുന്നു. ഇനിയൊരു പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ വേണം മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്ന ആ ആഗ്രഹങ്ങൾ സബലീകരിക്കുവാൻ. എന്നാൽ പക്ഷേ ഇപ്പോൾ പ്ലാൻ ചെയ്യുവാൻ തന്നെ പേടിയാണ്. ഗർഭിണികളെ കാണുന്നതും തനിക്കിപ്പോൾ പേടിയാണെന്നും നടി പറയുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തനിക്കതറിയില്ല. അത് പക്ഷേ അങ്ങനെയാണ്. ഇരട്ട കുട്ടികളാണ് പിറക്കാൻ പോകുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പല പ്ലാനിങ്ങുകളും ചർച്ചകളും എല്ലാം തങ്ങൾ നടത്തുമായിരുന്നുവെന്നും ഡിംപിൾ റോസ് പഴയ ഓർമ്മകൾ പങ്കിട്ടുകൊണ്ട് പറയുകയാണ്. ഡിംപിൾ റോസ് പങ്കുവെക്കുന്ന വീഡിയോകളൊക്കെ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയെടുക്കാറുണ്ട്. മകൻ പാച്ചുവിനെ പറ്റിയാണ് ഡിംപിൾ റോസ് കൂടുതലും വിശേഷങ്ങൾ പങ്കുവെക്കാറുള്ളത്. മകൻ പാച്ചു നല്ല കുറുമ്പനാണ്. ഏറെ നാളത്തെ പ്രാർത്ഥനകളുടെ ഫലമാണ് തന്റെ മകൻ പാച്ചു എന്ന് ഡിംപിൾ ഇടയ്ക്കിടെ പറയാറുമുണ്ട്. പ്രീമച്ചർ ബേബിയായിരുന്നു ഡിംപിളിന്റെ മകൻ. ഏറെ കോംപ്ലിക്കേഷനുകൾ നിറഞ്ഞതായിരുന്നു ഡിംപിളിന്റെ ഗർഭകാലം. ഡിംപിളിന് ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു പിറന്നത്. പക്ഷേ അതിലൊരാൾ ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരിച്ചു. പ്രീമച്ചർ പ്രസവമായിരുന്നത് കൊണ്ട് തന്നെ 3 മാസത്തോളം പാച്ചു ആശുപത്രിയിൽ തന്നെയായിരുന്നു. കൊറോണ കാലം കൂടിയായിരുന്നു അത്. 2 കുഞ്ഞുങ്ങളെ ഓമനിക്കുവാൻ കിട്ടുമെന്ന സന്തോഷത്തിലായിരുന്നു ഡിംപിൾ റോസ് പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലേക്ക് പോകുന്നത്. എന്നാൽ പക്ഷേ അതിലൊരു കുഞ്ഞു മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നറിഞ്ഞപ്പോഴുള്ള തന്റെ മാനസികാവസ്ഥ വിവരിക്കുവാൻ കഴിയില്ല എന്നാണ് ഡിംപിൾ റോസ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ നിരവധി സ്വപ്നങ്ങളും ഡിംപിളിനുണ്ടായിരുന്നു. ബേബി ഷവർ, മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്നിവയ്ക്കുള്ള പ്ലാനിങ്ങുകൾ വരെ ഡിംപിൾ നടത്തിയിരുന്നു. എന്നാൽ പക്ഷേ 6ാം മാസത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡിംപിളിന് ആശുപത്രിയിൽ നേരത്തെ അഡ്മിറ്റ് ആകേണ്ടിയും വന്നിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.